പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാർ, ഞാനൊരു 10-20 വർഷക്കാലം ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ തലപ്പത്തന്നെ ഇരുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. നിങ്ങളത് കേട്ട് കാണും. കലാചന്ദ്രിക എന്ന് പറയുന്ന മാസിക. കലാചന്ദ്രിക മാസികയുടെ പത്രാധിപരായി 20 വർഷത്തോളം അധികം പ്രസിദ്ധീകരണം. അപ്പോൾ അത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ലാതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും ഒന്നെടുക്കാനുള്ള ശ്രമം രാജ്യാന്തരമായി എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതികൂല കാലാവസ്ഥയിലാണ് നമ്മൾ. അപ്പോൾ പത്രങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ മാസികകളോ വെങ്കിലുകളോ ഒന്നും വായിക്കാൻ തന്നെ ആളുകളില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴല്ല, വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെതിരായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള ഇതിനെ ശബ്ദിക്കുന്നവരുടെ ശബ്ദം അടപ്പിക്കുക എന്നുള്ളത് ഒരു പ്രമുഖ വിഷയമായിട്ട് നമ്മുടെ രാജ്യമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് ഇത്തരം ഒരു മാസിക നവമൊഴി എന്ന മാസിക നമ്മുടെ മുന്നിൽ ഇറങ്ങിയത്. ഈ മാസിക കയ്യിൽ കിട്ടിയത് ആദ്യം ഞാൻ മനസ്സ് നോക്കിയപ്പോൾ തന്നെ ഞാൻ ഈ കലാചന്ദ്രിക എന്ന് പറയുന്ന മാസികയിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസികയുടെ രൂപം എന്ന് പറഞ്ഞാൽ 10-46 പേജുകളുണ്ടെങ്കിലും വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. മുഖരത്നം പോലും കറുത്ത നിറത്തിലാണ് ഇറക്കിയത്. അത് മാത്രമല്ല, മാസത്തിൽ സ്ഥിരമായിട്ട് ഇറങ്ങാറില്ല. ഞാൻ വരുന്ന കാലത്ത് കൂടിപ്പോയാൽ ഒരു വർഷത്തിൽ 4-5 കാവ്യ ഇറങ്ങി. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എന്തോ പിന്നെ മുടങ്ങാതെ തന്നെ വളരെ വർഷക്കാലം, അതായത് ഞാൻ 20 വർഷത്തോളം 1997 പ്രസ്ഥാനമാണ്. അല്ല, ഹരിയാണ് പ്രസിദ്ധീകരണം തുടങ്ങിയത്. അപ്പോൾ അതിൽ ഒരുപാട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞങ്ങൾ ഇതിൻ്റെ ആരുടെയും മുഖം നോക്കാതെ ഈ പ്രസിദ്ധീകരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിച്ചത്. അതായത് മുകുന്ദനടക്കം KR മീഡിയ അടക്കമുള്ള പ്രമുഖരായ മലയാളത്തിലെ എല്ലാ എഴുത്തുകാരെയും അണിനിരത്തുന്നതോടൊപ്പം ചെറുപ്പക്കാരായ, അതായത് പുതിയ തലമുറയിലുള്ള ആളുകൾക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ ആ മാസിക ഞങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പം ഇവിടെ തന്നെ ഈ മാസികയുടെ അധ്യക്ഷതയിലിരിക്കുന്നതിൽ 3-4 പേരും ഇതിനകത്ത് പുറത്ത് ഇരിക്കുന്നതിൽ വളരെയേറെ പേരും ഞങ്ങളുടെ കലാചന്ദ്രിക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ സഹായിക്കുകയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ട് നിങ്ങളെ സഹായിക്കണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ആ നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവരുടെ എല്ലാം സഹായമില്ലാതെ ഇത്തരം പ്രസ്ഥാനങ്ങൾ നടത്താൻ കഴിയും, ഉറപ്പാണ്. നമ്മൾ കൂടി നിന്നാൽ, അതായത് എല്ലാവരും അതിൻ്റെ ഭാഗഭാക്കായന്മാരും നമ്മളും അതിൻ്റെ പ്രവർത്തകനാണ് എന്നുള്ള ബോധത്തോടു കൂടി ഒന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിതുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കും. കാര്യം ഈ 20 വർഷക്കാലം നമ്മൾ വളരെ പാടുപെട്ടിട്ടാണ് ആ പ്രസ്ഥാനം നടത്തിയത്. ഒടുവിൽ 5000 കാവ്യവരെ ഞങ്ങളെ വലിയതാണ്. ഒടുവിൽ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നതോടുകൂടി നമ്മൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലെത്തിയെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഈ പ്രസ്ഥാനത്തോടൊപ്പം ഇവരോടൊപ്പം ഒരുമിച്ചിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരുപാട് ഈ പഴയ കാര്യങ്ങൾ കണ്ട ആളാണ്. നമ്മുടെ രാജ്യത്ത് നേരിട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ രാജ്യം പലതരം വിഭിന്നമായ ചിന്തകളിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വളരെ കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് 1976 കാലഘട്ടത്തിലാണ് രാഷ്ട്രം അടിയന്തരാവസ്ഥയെ നേരിട്ട ഒരു സാഹചര്യമുണ്ടായി. രാജ്യത്ത് ഒരുപാട് അസമത്വങ്ങളും അതിനുള്ള പ്രശ്നങ്ങളും ഇങ്ങനെ ദീർഘമായി വളർന്നു വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അന്നടക്കം ഈ തുടങ്ങിയതാണ് ഈ പത്രത്തിനുള്ള അതിൻ്റെ വായടപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ പുറത്തു വരാൻ അതിന് ശബ്ദം കേൾപ്പിക്കാത്ത തരത്തിൽ ഒരു സംരംഭം അന്ന് ആരംഭിച്ചതാണ്. ഇന്നും അത് തുറന്നു പോകുന്ന അവസ്ഥയിലാണുള്ളത്. അതിൽ നിന്ന് മുന്നോട്ട് വരാൻ, അതിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ ഈ സമൂഹത്തിലെ എല്ലാ വ്യക്തികളും, അവിടെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടിയാൽ എല്ലാ സ്വഭാവത്തിലുള്ള ഒരുപാട് ഒരുമിച്ച് കൂടേണ്ടതാണ്. ആ കാലത്തെന്ന് പറഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പുള്ള ഞാനന്ന് 76-ൽ ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ പാലക്കാട് വർക്ക് ചെയ്യുന്നു. പാലക്കാട് വർക്ക് ചെയ്യുന്ന കാലത്ത് അവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ അവരെല്ലാം തന്നെ ഇപ്പം ഇത്തരം കാര്യങ്ങൾ അല്ല വളരെ ശ്രദ്ധ ഉള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് ഞാൻ നിന്നത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ ആ കാലത്ത് ഞാൻ ചിന്തിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി എന്തോ രാഷ്ട്രത്തിന് ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഒരുപാട് പ്രശ്നങ്ങളൊന്നുണ്ടായി.
രാജ്യത്തൊരുപാട് മരണങ്ങൾ, കൊലപാതകങ്ങൾ എല്ലാം രാജ്യത്തെമ്പാടും ഉണ്ടായി. അപ്പോൾ അത്തരം ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഒരുപക്ഷെ രാഷ്ട്രീയം ഞാൻ പറയല്ല, അത്തരത്തിൽ ഒരുപാട് മനുഷ്യരെ പല സ്ഥലത്തും കൊന്നൊടുക്കുകയും ഇങ്ങനെ അക്രമങ്ങൾ നടക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സാഹചര്യം ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്ന അവസരത്തിൽ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള കഥാപ്രസംഗ വേദികളിൽ കഥകൾ എഴുതുന്നതിന് വേണ്ടി കഥാപ്രസംഗത്തിൽ ഒരുപാട് കഥകൾ, ധാരാളം പേരുടെ കഥ, കൊല്ലം ഗോപികളൊക്കെ ഇങ്ങോട്ടുള്ള ഒരുപാട് മണപ്പൂർ രാധാകൃഷ്ണൻ, ഞാൻ പേര് പറയുന്നില്ല, ഏതാണ്ട് 10, 60, 70 പേര് എൻ്റെ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിൽ എനിക്കൊരു ഭീതി എൻ്റെ മനസ്സിലുണ്ടാവുകയും അവിടുത്തെ ജനങ്ങളോടും സാധാരണക്കാരോടൊപ്പം നടന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ധാരാളം കവിതകളും മറ്റും എഴുതി. ആ കവിതകൾ പലതും നമ്മുടെ മണമോടി രാധാകൃഷ്ണ സംഘവും പേരുകളിൽ പലപ്പോഴും അവതരിപ്പിച്ചതാണ്. അപ്പോൾ അന്ന് ഉണ്ടായ അവസ്ഥകളുടെ സംബന്ധിക്കുന്ന ഒരു ചെറിയ കഥ എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിച്ചിരിക്കാനുള്ള ആരോഗ്യാവസ്ഥ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഏതാണ്ട് അതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് രാജ്യത്ത് വന്നുള്ള വിഫലമായ ആ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു കവിത, അത് മണമ്പൂട്ടി രാധാകൃഷ്ണൻ സംഘവും പലപ്പോഴും വേദികളിൽ പാടിയിട്ടുള്ളതാണ്. പല പരിപാടികളിലും വിവിധ പരിപാടികളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കവിത ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് കാണുന്നു എന്ന് ചോദിച്ചാൽ ഇന്നും ഈ കവിതയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ പ്രസക്തമായ ഒരവസ്ഥയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ കവിതയുടെ പേര് ചേർന്ന് നിൽക്കുക, ചെറുത്ത് തോൽപ്പിക്കുക. ചേർന്ന് നിൽക്കുക, ചെറുത്ത് തോൽപ്പിക്കുക, ധീരം പൊരുതി മുന്നേറുക, രാഷ്ട്രമെന്നോട് അഖണ്ഡമാം ശക്തിയെ കാത്തിടുന്ന പടരായി മാറുക. ചേർന്ന് നിൽക്കുക, ചെറുത്ത് തോൽപ്പിക്കുക, ധീരം പൊരുതി മുന്നേറുക, രാഷ്ട്രമെന്നോട് അഖണ്ഡമാം ശക്തിയെ കാത്തിടുന്ന പടരായി മാറുക. എത്ര നാൾ നമ്മൾ ബ്രിട്ടൻ അടിമയായി സ്വന്തം മണ്ണിൽ കഴിഞ്ഞതെന്ന് ഓർക്കുക. എത്ര നാൾ നമ്മൾ ബ്രിട്ടൻ അടിമയായി സ്വന്തം മണ്ണിൽ കഴിഞ്ഞതെന്ന് ഓർക്കുക. ഒടുവിൽ ഉജ്വല സമരം നടത്തി നാം അവരെ ഇവിടെ നിന്ന് ഓടിച്ചോർക്കുക. ചേർന്ന് നിൽക്കുക, ചെറുത്ത് തോൽപ്പിക്കുക, ധീരം പൊരുതി മുന്നേറുക, രാഷ്ട്രമെന്നോട് അഖണ്ഡമാം ശക്തിയെ കാത്തിടുന്ന പടരായി മാറുക. കുടിലതന്ത്രങ്ങൾ കൊണ്ട് ജനങ്ങളെ വിഘടനം ചെയ്ത് ചെങ്കോൽ വഹിക്കുവാൻ കഴിയയില്ലത് ഇന്ത്യയാ മമ്മതൻ മക്കൾ നമ്മൾ അനുവാദമേകിട. കുടിലതന്ത്രങ്ങൾ കൊണ്ട് ജനങ്ങളെ വിഘടനം ചെയ്ത് ചെങ്കോൽ വഹിക്കുവാൻ കഴിയയില്ലത് ഇന്ത്യയാ മമ്മതൻ മക്കൾ നമ്മൾ അനുവാദമേകിട. ചേർന്ന് നിൽക്കുക, ചെറുത്ത് തോൽപ്പിക്കുക, ധീരം പൊരുതി മുന്നേറുക, രാഷ്ട്രമെന്നൊരു അഖണ്ഡമാം ശക്തിയെ കാത്തിടുന്ന ഭരണമായി മാറുക. ഇവിടെ ജാതി മതങ്ങൾ വർണ്ണങ്ങളും വർഗവും മറന്നൊന്നിച്ചിടുന്നവരാ. ഇവിടെ ജാതി മതങ്ങൾ വർണ്ണങ്ങളും വർഗവും മറന്നൊന്നിച്ചിടുന്നവരാ. സോദരത്വ മഹാദീപ്തി നമ്മൾക്ക് സമരഭൂവിൽ വെളിച്ചമായി മാറുന്നു. ചേർന്ന് നിൽക്കുക, ചെറുത്ത് തോൽപ്പിക്കുക, ധീരം പൊരുതി മുന്നേറുക, രാഷ്ട്രമെന്നൊരു അഖണ്ഡമാം ശക്തിയെ കാത്തിടുന്ന ഭടരായി മാറുക. ഒരുമയെന്ന മഹാശക്തി നമ്മുടെ ജനിതക സ്വത്വമാണെന്ന് ഓർക്കുക. ഒരുമയെന്ന മഹാശക്തി നമ്മുടെ ജനിതക സ്വത്വമാണെന്ന് ഓർക്കുക. അതിനു മുന്നിൽ അടിതെറ്റി വീഴാത്ത ഒരു കുതന്ത്രവുമില്ലെന്നത് അറിയുക. ഒരുമയെന്ന മഹാശക്തി നമ്മുടെ ജനിതക സ്വത്വമാണെന്നത് അറിയുക. അതിനു മുന്നിൽ അടിതെറ്റി വീഴാത്ത ഒരു കുതന്ത്രവുമില്ലെന്നത് അറിയുക. നമ്മൾ ഒരുമിച്ചതാൽ ഏത് പ്രസ്ഥാനത്തെയും നമുക്ക് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ളവരാണ് ഞാൻ. ഇപ്പോഴും അതിനുള്ള ഏത് പ്രസ്ഥാനത്തോടും ചേർന്ന് നിൽക്കാനും അതിനെ സഹായിക്കാനും അവരോടൊപ്പം സഹകരിക്കുവാനും ഞാൻ എനിക്കിപ്പോൾ 80 വയസ്സുണ്ട്. ഇപ്പോൾ ഞാൻ 12 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഡിയോളജി ഗുളിക ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് വരുന്നത്. ഡോക്ടർ പറഞ്ഞു, നീ മയക്കെടുക്കരുത്, മയക്കിൻ്റെ മുമ്പ് നിന്ന് സംസാരിക്കരുത്. പണ്ടേ എൻ്റെ പ്രസംഗം കേട്ട് ശീലിച്ചിട്ടുള്ള ഡോക്ടറാണ് എന്നെ ചികിത്സിക്കുന്ന കാർഡിയോളജിസ്റ്റ് മെഡിക്കൽ കോളേജിൽ. അദ്ദേഹം പ്രസംഗിക്കാൻ പോകരുത്, പ്രത്യേകിച്ച് മയക്ക് വാങ്ങിക്കരുത്. ഒരുമിച്ച് ചെറിയ സല്ലാപങ്ങളിലോ സംവാദങ്ങളിലോ പങ്കെടുക്കാതെ പ്രസംഗം നിർത്തി വയ്ക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മുടെ ആളുകൾ വിളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ എല്ലാ സുഹൃത്തുക്കളാണിരിക്കും. ഈ ഇരിക്കുന്നതിൽ പലരും കലാലയത്തിലേക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നവരാണ്, എഴുതിയവരാണ്, അതിനുവേണ്ടി പല പ്രവർത്തനങ്ങളും ചെയ്തവരാണ്. ഇത് സൈബുദ്ദീൻ എഴുതി, ഇതിലിരിക്കുന്ന എല്ലാവരും എഴുതി. കുടിയേര അശ്വകുമാർ, ബാബുജൻ സാർ എഴുതിയൊന്നും എനിക്കറിയില്ല. മുനേന്ദ്രൻ സാർ എഴുതിയിട്ടില്ല, അവസരം കിട്ടി. സുധീഷ് സാറുണ്ടാവും. ബാക്കിയിരിക്കുന്നതിൽ ഒരുപാട് പേരുടെ മുമ്പ് ഇരിക്കുന്നത് പലരും, ധാരാളം പേര് ഇതിനുവേണ്ടി ധാരാളം എഴുതുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സഹായമൊന്നും ഇപ്പോൾ കലാലയത്തിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ട. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ഈ പ്രസ്ഥാനത്തിന് നിങ്ങളുടെ മുന്നിൽ പിറന്നു വീണ ഈ ഒരു ശിശുവാണ്.
ഈ ശിശുവിനെ വളർത്തിയെടുക്കാനുള്ള ഊർജ്ജം നിങ്ങൾ നൽകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഇതിനകത്തുള്ള സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളണമെന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹപൂർവ്വമായ അഭിവാദ്യം.